ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങൾ പുലർച്ചെ തന്നെ പളനിക്ക് പുറപ്പെട്ടു. ഇത് അവിടെ ഏകദേശം ഒരു 8-9 മണിയാകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പളനി കയറി തൊഴുതിറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോൺ അലൗഡല്ല, അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫോണും എല്ലാ ലഗേജുകളും ഒക്കെ വണ്ടിയിൽ വെച്ചിട്ട് അമ്പലത്തിൽ കയറി തൊഴുകയാണ് ചെയ്തത്. നല്ലപോലെ മല കയറാനും പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാനൊക്കെ സാധിച്ചു. പക്ഷെ ഏറ്റവും വിഷമമായത് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, ഒരു വീഡിയോ പോലും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ തമ്പുരുമോൾ ഇത് ഹാപ്പിയാണ്, അവൾ വണ്ടിയുടെ പുറകിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോകുമ്പോൾ പനന്തൊങ്ങ് കഴിക്കാനായിട്ടൊരു പൂതി കേട്ടോ. തമിഴ്നാടൊക്കെ കുറേ ഈ പനന്തൊങ്ങിൻ്റെ ആൾക്കാരിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പനന്തൊങ്ങൊക്കെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. അതെ, അപ്പോൾ അമ്മതാ പനന്തൊങ്ങ് കഴിക്കുന്നുണ്ട്. തമ്പുരുമോൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, അവൾക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അവൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ഹായ് പറയാനൊക്കെ പറയുകയാണ്. അവൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര കുറുമ്പിയാണ്. അപ്പോൾ ഞങ്ങൾ പനന്തൊങ്ങൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് തമ്പുരു എങ്ങനെയാവും, കരച്ചിലാവും എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഇതേ ഞങ്ങളിതേ സെൽഫി എടുക്കാന്നാണ് അമ്മയും അച്ഛനും കരുതിയത് കേട്ടോ, പിന്നെ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് തമ്പുരുമോളുടെ ഒരു ചെറിയ കുസൃതി കാട്ടലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. അവൾ ഫോണിലേക്ക് പോസ് ചെയ്ത് തരികയാണ്. ചില സമയത്ത് നോക്കാൻ പറഞ്ഞാൽ നോക്കുക പോലും ഇല്ല, ചില സമയത്ത് നല്ല പോലെ പോസ് ചെയ്ത് തരും. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണം, വിശന്നിരിക്കുക കേട്ടോ, നല്ല ടയേർഡാണ്, കാലും കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ബാഗ് പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ മോളെങ്ങനെയായിരിക്കും, കരച്ചിലാവോ, അവിടെ തിരക്കുണ്ടാവോ, നല്ല ക്യൂല് നിൽക്കേണ്ടി വരുമോ, അങ്ങനത്തെ ടെൻഷനായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പുറത്തും അവർ അറേഞ്ച്മെൻ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി, അവിടെ കണ്ടതിൽ വെച്ചിട്ടൊരു വെറൈറ്റി ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അത്. അവർ ഈ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടൊക്കെ വൈക്കോല് വെച്ചിട്ടും ഓല വെച്ചിട്ട് കല്ല് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കാനായാലൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ ഒരു ചെമ്പ് പോലത്തെ ഗ്ലാസ്സുകളായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണ കൂജ, പാത്രങ്ങൾ എല്ലാം ഒരു വെറൈറ്റി. 4 ആളും ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാൻ വിചാരിച്ചു തമിഴ്നാട്ടിലത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അവർ നോക്കിയേ, ഈ ബിരിയാണി സെർവ് ചെയ്തിട്ടുള്ള ആ പാത്രം ഒരു പ്രത്യേക പാത്രം, അതുപോലെ തന്നെ അവിടുത്തെ ഗ്ലാസും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട ഉണ്ട്, പിന്നെ ഒരു ചിക്കൻ്റെ, എല്ലാവർക്കും ചിക്കൻ്റെ കാലാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ എല്ലാവർക്കും ചിക്കൻ്റെ കാല് എന്നിട്ട്. അപ്പോൾ വേറെ പാർട്സ് ഒന്നും എടുക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇതേ സാലഡും അതുപോലെ ഒരു ചാറ് കറി, അത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാലഡ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ തമ്പുരുവിൻ്റെ കുറേ കുറുമ്പി കാട്ടിക്കൂട്ടൽ കാണുമായിരുന്നു കേട്ടോ. അവൾ എന്താ ഡാൻസ് കളിക്കലും മുടി പിടിച്ച് വലിക്കുക, കമ്മൽ പിടിച്ച് വലിക്കുക, അങ്ങനത്തെ ഓരോ കുറുമ്പ് കാട്ടിലായിരുന്നു കേട്ടോ അവളുടെ. അപ്പോൾ ഇവൾക്ക് വാശി ഉണ്ടാവും എന്നൊക്കെ വെച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു, ഞാനും ജിരിയേട്ടനും ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോ ഒന്ന് എടുത്തരാൻ പറഞ്ഞപ്പോൾ 4 ഫോട്ടോസൊക്കെ എടുത്താന്ന് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ തമ്പുരുവിന് പാട്ട് വെച്ച് കൊടുത്തപ്പോൾ തമ്പുരു ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അവളോട് കൈകൊണ്ടൊക്കെ കാട്ടി ഡാൻസ് കളിക്കുക, നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ അതിന് കൂടെ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ അച്ഛനെ നോക്കുക കേട്ടോ, അച്ഛൻ വണ്ടി ഓടിക്കണ്ടല്ലോ, അപ്പോൾ അച്ഛനെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, വീണ്ടും ഡാൻസ് ഇങ്ങനെ കളിക്കാനായിട്ട് അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഹാപ്പിയായ കാരണവും അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തൊഴുത് വരാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കുതിരാൻ വഴിയാണ് വന്നത് കേട്ടോ. കുതിരാൻ വഴി ജസ്റ്റ് ഒന്ന് പോവാൻ വിചാരിച്ചു. അപ്പോൾ അത് അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ എനിക്ക് തോന്നിയത്, എനിക്ക് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ അപ്പുറത്തെ ഭാഗം ക്ലോസ് ചെയ്തിട്ടേക്ക് തോന്നുന്നു, അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയാണ്, കുറേ ലൈറ്റുകളൊക്കെ പോയിട്ടുണ്ട്, കുറേയൊക്കെ വർക്കിംഗ് അല്ലാന്ന്. പിന്നെ ഞങ്ങളിത് തൃശ്ശൂർ വഴിയാണ് പോയത്. അപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവിടെ ചെറിയ പൂരം കൊണ്ട് വെടിക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇപ്പോൾ നല്ല സന്തോഷമായിട്ടോ, ഒരു ചെറിയ എഴുന്നള്ളിപ്പും കൂടെ കാണാനായിട്ട് പറ്റി. നല്ല രസമുണ്ട്, തൃശ്ശൂർ മൊത്തം കാണാനായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ തൃശ്ശൂർ പൂരം കാണാത്ത വിഷമം പിറ്റേ ദിവസം അങ്ങോട്ട് തീർത്ത പോലെ ആയിട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഉറങ്ങിട്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട്. താങ്ക്